കനത്ത മഴയിൽ കാസർഗോഡിന്റെ വടക്കൻ മേഖലകളിൽ പരക്കെ വെള്ളപ്പൊക്കം. മരങ്ങൾ വീണും കുന്നുകൾ ഇടിഞ്ഞുമുള്ള കെടുതികളും രൂക്ഷമാണ്. അധികൃതരും നാട്ടുകാരും കൈകോർത്താണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നത്. This news sponsored by Britco and Britco, Nalapad UK Mart, Old Bus Stand, Kasaragod. Phone 9947 622 000 8451 886888 9947 62 0000. വ്യാഴാഴ്ച അർദ്ധരാത്രി മുതൽ പെയ്തു തുടങ്ങിയ അതിശക്തമായ മഴയാണ് കാസർഗോഡ് ജില്ലയെ മഴക്കെടുതികളിലേക്ക് വലിച്ചെടുത്തത്. പരന്നതും താഴ്ന്നതുമായ പ്രദേശങ്ങളിലെ വെള്ളപ്പൊക്കം തന്നെയാണ് ജനജീവിതത്തെ വലിയ തോതിൽ ദുസ്സഹമാക്കുന്നത്. വടക്കൻ മേഖലകളിൽ കുന്നിടിഞ്ഞും റോഡുകൾ തകർന്നും പരക്കെ നാശനഷ്ടമുണ്ടായി. പ്രളയസാധ്യതാ പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതും റോഡുകളിലെ ഗതാഗത തടസ്സം ഒഴിവാക്കുന്നതും വൈദ്യുതി ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതുമായ രക്ഷാപ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ് അധികാരികളും വിവിധ സേനാംഗങ്ങളും തൊഴിലാളികളും ഒപ്പം നാട്ടുകാരുമെല്ലാം. മധുർ മദനന്തേശ്വര ക്ഷേത്രം പതിവ് പോലെ ഇത്തവണയും മൊത്തമായും വെള്ളത്തിന്റെ വരുതിയിലായി. തൊട്ടടുത്തുള്ള പട്ളയിൽ ഒഴുക്കിൽപ്പെട്ട് പാലക്കുന്ന് സ്വദേശിയായ യുവാവ് മരണപ്പെടുകയും ചെയ്തു. പ്രവാസിയും കോട്ടിക്കുളത്തെ ഫാൽക്കൺ ടെക്സ്റ്റൈൽസ് ഉടമയുടെ മകനുമായ സാദിഖാണ് ഭാര്യ സഹോദരനോടൊപ്പം നടന്നു പോകുന്നതിനിടെ കാൽ തെന്നി കുത്തൊഴുക്കുള്ള തോട്ടിൽ വീണ് മരിച്ചത്. ഈ ഭാഗത്തെ പല കുടുംബങ്ങൾക്കും കുടിയിറങ്ങേണ്ടി വന്നു. പൈവളികെ പഞ്ചായത്തിലെ ഉറുമിപ്പാലത്തിന് സമീപം മണ്ണിടിഞ്ഞു വീണ് 2 വീടുകൾക്ക് കേടുപാടുകൾ പറ്റി. മമ്മി, മുഹമ്മദ് എന്നിവരുടെ വീടുകളാണ് ഭാഗികമായി തകർന്നത്. കൂടുതൽ കുന്നിടിച്ചിലിന് സാധ്യതയുള്ളതിനാൽ ഇവരോട് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാത്രി 2 മണിക്ക് കനത്ത മഴയിലാണ് ഈ സംഭവം കേട്ട് അപ്പുറത്തെ വീട്ടുകാർ ആദ്യം അപ്പുറത്തെ വീടിൻ്റെ അടുത്താണ് വീണത്. അവർ പിന്നെ ഇവരെ വിളിച്ചിട്ട് ഇവരോട് കൊണ്ടുപോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെയും ഫുള്ളായിട്ട് ഇറങ്ങിയിട്ടില്ല. ഇതുപോലെ കാരണം ഈ മഴവെള്ളത്തിന് ഒന്നാമത് ഈ ചാലുന്നുണ്ട്, കണി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതില്ല യഥാർത്ഥത്തിൽ. ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ ഇത്തരം പഞ്ചായത്തിൻ്റെ ആൾക്കാരെ കണ്ടൊക്കെ ഒരു സംവിധാനം ഉണ്ടായത്. ഇപ്പോൾ അതില്ല. ഈ മഴവെള്ളമെല്ലാം കെട്ടിടത്തിലെല്ലാം പോയിട്ട് ഇപ്പോൾ താഴത്തെ ഈ മണ്ണിൻ്റെ ഇടയ്ക്ക് കയറുമ്പോഴാണ് ഈ സംഭവം ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതൽ. കാരണം ഇത് ഒരു പണ്ട് കാലത്തെ ഇവിടെ ഉള്ളതാണ്. രാത്രി കാലത്ത് ഉറക്കത്തിൽ ഒച്ചവും കേട്ടു, നല്ലൊരു സ്ഫോടനം സംഭവിക്കുന്ന പോലത്തെ ഒച്ചവും കേട്ടു. എന്നിട്ട് ഈ ഒരു അപ്പുറം ഇപ്പോൾ നോക്കുമ്പോൾ അപ്പുറത്തെ വീട്ടുകാർ വിളിക്കുമ്പോൾ ഇത് പുറത്ത് നോക്കുമ്പോൾ ആ സംഭവം ഇവിടെ ഇങ്ങനെ മണ്ണിടിച്ചിലുണ്ടായി എന്ന് പറഞ്ഞൊരു അനുഭവം കാണാൻ പറ്റും. 2 വീട്ടിനും നല്ലതായ കാര്യമായ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. അപ്പുറത്തെ വീട്ടിലെ സിറ്റൗട്ട് മൊത്തം ഇടിഞ്ഞു പോയിട്ടുണ്ട്. പില്ലറും കുന്തം മൊത്തം ഇടിഞ്ഞു വീണിട്ടുണ്ട്. ഭാഗ്യത്തിന് ഡോറും ജനലെല്ലാം പോയി. പിന്നെ ഈ വീടും അതന്നെ, ബാക്കിൽ നിന്ന് ഇപ്പോൾ അതിന് പോകാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല എന്ത് സംഭവം പറഞ്ഞിട്ട്. എന്ത് വില്ലട എന്ത് പൊട്ടൽ വന്നിട്ടുണ്ടെന്നിട്ട് ഇനിയിപ്പോൾ മണ്ണ് കുറച്ച് നീക്കം ചെയ്താലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതിനായി എന്തെങ്കിലും സംവിധാനം പഞ്ചായത്ത് പരമായിട്ട് എന്തെങ്കിലും ചെയ്താലേ കാണാം. അല്ലെങ്കിൽ ഇവർക്ക് വീട്ടുകാർക്ക് ഇതൊന്നും ഇപ്പോൾ നീക്കാൻ പറ്റുന്ന സംവിധാനം അല്ല. അത്ര മണ്ണിടിച്ചാലും ഇപ്പോൾ വീഴാനും സാധ്യതയുണ്ട് ഇതുപോലത്തെ മഴ പെയ്താൽ. മഞ്ചേശ്വരം പൊയ്യക്കണ്ടത്തെ നിരവധി വീടുകൾ വെള്ളത്തിനടിയിലായി. ഈ ഭാഗത്ത് വഴിയേത് വയലേത് ചാലേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഈ സാഹചര്യത്തിൽ ഇവിടുത്തെ കുടുംബങ്ങളെയെല്ലാം മാറ്റിപ്പാർപ്പിച്ചു. ദേശീയപാതയിലൂടെയും അതുപോലെ തന്നെ സർവീസ് റോഡുകളിലൂടെയുമുള്ള സഞ്ചാരവും യാത്രക്കാർക്ക് വലിയ വെല്ലുവിളിയായി മാറുന്നുണ്ട്. ഇത് പലതരത്തിലുള്ള അപകട ഭീഷണിയും ഉയർത്തുന്നുണ്ട്. മരങ്ങളും വൈദ്യുതി തൂണുകളും തകർന്നു വീണും പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായി. ദേശീയപാത ഉൾപ്പെടെയുള്ള റോഡുകളുടെ അശാസ്ത്രീയമായ നിർമ്മാണം തന്നെയാണ് ഭൂരിഭാഗം പ്രദേശങ്ങളിലെയും മഴക്കെടുതികൾക്ക് കാരണമാകുന്നത്. ബങ്കരമഞ്ചേശ്വരം കണ്ണുതീർത്തക്കടപ്പുറത്തെ വീടുകളിലും വെള്ളം കയറി. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും പൊതുപ്രവർത്തകരും എല്ലാം ചേർന്ന് ഇവിടുത്തെ നിവാസികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. മംഗൽപാടി പഞ്ചായത്തിലെ കുബണൂരിൽ സുവർണഗിരിപ്പുഴ കരകവിഞ്ഞു. ഹൊസങ്കടി, കുഞ്ചത്തൂർ, ഉദ്യാവരം പ്രദേശങ്ങളും വെള്ളത്തിന്റെ വരുതിയിലായി. കുഞ്ചത്തൂരിലെ ശ്രീശാസ്ത ക്ഷേത്രത്തിലും സമീപത്തെ വീടുകളിലും റോഡിലും വെള്ളം കയറി. ബന്ദിയോട്ടെ വയൽ പ്രദേശത്തും രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടായി. ലാൽബാഗ്, കുതിരപ്പടവ് റോഡിൽ കുന്നിടിഞ്ഞും മറ്റും ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ ഗതാഗതം തടസ്സപ്പെട്ടു. ഈ ഭാഗത്തും വെള്ളം ക്രമാതീതമായി ഉയരുന്നുണ്ട്. കുമ്പടയിലും പരിസര പ്രദേശങ്ങളിലും തോരാത്ത മഴ പലതരത്തിലുള്ള ദുരിതങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.